IS ബന്ധമെന്ന സംശയത്തിൽ ATS കസ്റ്റഡിയിലായ യുവാവ് മൂവാറ്റുപുഴ സ്വദേശി എന്ന സംശയം. മലയാളി യുവാവിനെ ഇന്നലെ വൈകിട്ടാണ് ATS പിടികൂടിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ATS ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ തുടരുന്നു. രേഷ്മ ബാബു ഒപ്പം ശരിയാണ്. രേഷ്മ, വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണിത്. IS ബന്ധം സംശയിക്കുന്നുണ്ട്. മാത്രമല്ല ഇയാൾ മലയാളിയാണ് എന്ന സംശയവും ശക്തമാകുന്നുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആയിരുന്നു ATS ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നുവെന്നാണ് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? കൃഷ്ണരാജ്, നിരോധിത ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഇന്നലെ രാവിലെ ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ATS ആസ്ഥാനത്ത്, അതായത് നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച് ATS ആസ്ഥാനത്ത് വെച്ച് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നിലവിൽ സ്ഥിരീകരണമോ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടാനായിട്ട് ATS വൃത്തങ്ങൾ തയ്യാറായിട്ടില്ല. മലയാളി യുവാവാണ്, മൂവാറ്റുപുഴ സ്വദേശിയാണെന്നാണ് സംശയം. ഇന്നലെ രാവിലെ ഇയാൾ വിദേശത്ത് നിന്ന് തിരികെ എത്തിയ സമയത്താണ് ATS ഉദ്യോഗസ്ഥർ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് നെടുമ്പാശ്ശേരിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇയാൾ ഏത് രാജ്യത്ത് നിന്നാണ് വന്നതെന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അതുമാത്രമല്ല, ഇയാൾക്ക് ഏത് തരത്തിലാണ് ISുമായിട്ട് ബന്ധം, കാരണം IS ഭീകരവാദികളെ സഹായിക്കുകയായിരുന്നോ അതോ നേരിട്ട് ബന്ധമുണ്ടോ, അതുകൂടാതെ അനുയായിയാണോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറുകളായിട്ട് ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളോ വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടാനായിട്ട് ATS വൃത്തങ്ങൾ തയ്യാറായിട്ടില്ല. നേരത്തെ തന്നെ ഇയാളുമായി ബന്ധപ്പെട്ട് ചില രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയിരുന്നു. അതുമാത്രമല്ല, ഈ രഹസ്യാന്വേഷണ വിഭാഗം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഒരു നിരീക്ഷണ വലയത്തിൽ തന്നെയായിരുന്നു ഇയാൾ ഉള്ളത്. ഇയാളുടെ ആശയവിനിമയങ്ങൾ, പ്രത്യേകിച്ച് ഇയാൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഏത് വിധത്തിലാണ് ഇടപെടുന്നത്, അതുമാത്രമല്ല ഇയാളുടെ മറ്റ് സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ, ആശയവിനിമയങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നുള്ളതായിരുന്നു ഈ നിരീക്ഷണം കൊണ്ട് രഹസ്യാന്വേഷണ വിഭാഗം ഉദ്ദേശിച്ചിരുന്നത്. ഇയാൾ നിരന്തരം വിദേശത്ത് പോകാറുണ്ടെന്നുള്ള വിവരവും ATSന് ലഭ്യമായിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഇയാൾ വിദേശത്ത് നിന്ന് തിരികെ എത്തിയ സമയത്ത് ATS വിഭാഗം കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ATS ആസ്ഥാനത്ത് തന്നെയാണ് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും മൂവാറ്റുപുഴ സ്വദേശിയാണ്. ഇയാളെ കേന്ദ്രീകരിച്ച് ഇയാളുടെ കൂട്ടാളികൾ അല്ലെങ്കിൽ ഇയാളുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകൾ, ഇവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കും രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ കടക്കുന്നുണ്ട്. കൃഷ്ണരാജ്, IS ബന്ധം സംശയിച്ച് ATS കസ്റ്റഡിയിലെടുത്ത യുവാവ് മൂവാറ്റുപുഴ സ്വദേശി എന്ന സംശയം പുറത്തുവരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.